അപ്പോൾ നമ്മൾ ടോയ്സ് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ടോയ്സ് കിട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്യുക, എല്ലാ ഒക്കെ പാർട്സ് ആയിട്ടാണ് ഉണ്ടാവും. അപ്പോൾ ഓരോ പാർട്സ് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് വെക്കാൻ നോക്കാം. അപ്പോൾ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല സുഖമായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. ഐറ്റം ഓരോ പാർട്സും ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല സുഖമായിട്ട് ഇതുപോലെ ഒരു ചെയർമലോ ടേബിൾമലോ ഒക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല അടിപൊളിയിൽ. അത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ടയറാണ് ഫിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ഇതാണ് മോട്ടർ വരുന്നത്. ഈ മോട്ടറുമ്മൽ കാണുന്ന നെട്ടും ബോൾട്ടും അയച്ചെടുത്താൽ അവിടെയാണ് നമുക്ക് ടയർ ഫിറ്റ് ചെയ്യേണ്ടത്. ടയർ ഫിറ്റ് ചെയ്താൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിനൊരു 16-17 ഒക്കെ സ്പാനർ ആണ് ഇതിൻ്റെ നെട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി വരും കേട്ടോ. നമ്മൾ ബാറ്ററി കണക്ഷൻ കൊടുക്കാൻ പോവാണ്. എല്ലാ മോഡലിനും ഫ്രണ്ടിലായിരിക്കില്ല ബാറ്ററി വരിക. ഇതൊരു ബേസ് ഈ മോഡലിൻ്റെ ഫ്രണ്ടിലാണ് ബാറ്ററി കണക്ഷൻ വരുന്നത്. ബാറ്ററീൻ്റെ അധികവും ഒരു പിന്ന് കൊടുക്കാനുണ്ടാവും. അപ്പോൾ ആ ഒരു പിന്ന് എന്ത് ചെയ്യുക, നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്യുന്നത് സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിങ്ങിൽ ഈ പിന്നുണ്ടാവും. ഈ പിന്ന് സ്റ്റിയറിങ്ങിൽ ഇതിനായിട്ട് കണക്ട് ചെയ്യുക. സ്റ്റിയറിങ് കണക്ട് ചെയ്യുമ്പോൾ ഈ റാഡുമ്മൽ ഒരു ഹോൾസ് ഉണ്ടാവും. ഈ ഹോൾസിലേക്കാണ് നമ്മുടെ ഈ സ്ക്രൂ പോകേണ്ടത്. അപ്പോൾ അത് കറക്റ്റായി നോക്കിയിട്ട് ചെയ്യണം. ഇതുപോലെ ചെയ്തിട്ട് ഈ ഒരു ഹോൾസും ആ റാഡിലുള്ള ഹോൾസും തമ്മിൽ കറക്റ്റ് ആയാലേ ആ ഹോൾസിലേക്ക് നമുക്ക് സ്ക്രൂ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഫ്രണ്ടിലെ വിൻഷീൽഡാണ്. അപ്പോൾ അതിന് ഇവിടെ അങ്ങനെ ഒരു വയർ നടക്കുന്നുണ്ടാവും. അതേപോലെ വിൻഷീൽഡുമെന്നുള്ള ഈ കണക്ഷൻ കൊടുക്കുക, രണ്ടും കൂടി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് നമ്മൾ വണ്ടി ഓണാക്കി നോക്കിയാൽ എല്ലാം ഒന്ന് ഓണാക്കി നോക്കിയാൽ മതി. ഇത് എന്നിട്ട് അവിടെ അങ്ങനെ കാണുന്ന ഈ ഹോൾസിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിൽ ഈ ഭാഗത്തായിട്ട് 2 സ്ക്രൂ കൂടി കൊടുക്കാനുണ്ടാവും കേട്ടോ. 2 സൈഡിൽ ഓരോ സ്ക്രൂ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഭാഗത്ത് കാണുന്ന എക്സ്ട്രാ ആക്സസറീസ് ആണ്. ജസ്റ്റ് ഒന്ന് 4 സ്ക്രൂ ചെയ്യാനുണ്ടാവും. അടുത്ത് നമ്മൾ ബാക്കിൽ കൊടുക്കേണ്ട ക്രോസ് ലൈറ്റ് ആണ്. അപ്പോൾ ഇത് ആദ്യം ഒന്ന് സെറ്റ് ചെയ്യണം ഇതിൻ്റെ ഫ്രെയിമിലേക്ക്. ഫസ്റ്റ് അതിൽ വയർ കൊടുക്കുക. 2 സൈഡിൽ അതിൻ്റെ ഇത് അഡീഷണൽ ആയിട്ട് കൊടുക്കണം. ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഈ ഹോൾസിലൂടെ ഈ വയർ ഇറക്കുക. വയർ താഴേക്ക് കൊണ്ടുവന്നിട്ട് സീറ്റിൻ്റെ ഈ അടിഭാഗത്തേക്ക് എത്തണം. ഇവിടെയാണ് അതിൻ്റെ ഒരു കണക്ഷൻ വരുന്നത്. ആ കണക്ഷനിലേക്ക് അത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇതിങ്ങനെ വെച്ചിട്ട് സീറ്റിൻ്റെ ഉള്ളിൽ കൊണ്ട് കൊടുക്കണം. ഈ വയറുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ അതിലേക്കുള്ള കണക്ഷൻ റെഡി ആയി. അതിൻ്റെ ലൈറ്റ് ഓൺ ആവുന്നതാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ച് ഈ ഹോൾസിൽ വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ്സിങ് ഉള്ളു, സ്ക്രൂ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ. സീറ്റ് ബെൽറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ സീറ്റിൻ്റെ അടിഭാഗത്തായിട്ടാണ് സ്ക്രൂ ചെയ്യാനുള്ള ഹോൾസ് ഉണ്ടാവുക. അവിടെ സ്ക്രൂ ചെയ്യാം. സീറ്റ് ബെൽറ്റ് ഇവിടെ നിന്ന് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഈ 2 സ്ക്രൂ അയച്ചിട്ട് ഇവിടെയാണ് സ്ക്രൂ കൊടുക്കേണ്ടത്. ഇവിടെ സീറ്റ് വെച്ചിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. ഈ ഒരു മോഡൽ വണ്ടിക്ക് ചാർജർ പോയിന്റ് വരുന്നത് ഈ മ്യൂസിക് പാനലിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ഓരോ മോഡലിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. ഇതിന് ഇവിടെയാണ് വരുന്നത്.